വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ ചവ്വരിയുടെ പായസമാണ് റെഡിയാക്കാൻ പോണത്. ശർക്കര ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചവ്വരി പായസം റെഡിയാക്കണത്. നമ്മൾ സാധാരണ പാലും പഞ്ചസാരയും ചേർത്തിട്ട് റെഡിയാക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മൾക്ക് പഞ്ചസാര വേണ്ടാന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെ ശർക്കര ചേർത്തിട്ട് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു പായസമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വരുന്ന വിഷുവിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിനായിട്ട് നമുക്ക് ചവ്വരി എടുക്കാം. ചവ്വരി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഞാൻ ഈ ബൗൾ കാണിക്കുന്നത്. ചവ്വരി ഞാൻ 3-4 പ്രാവശ്യം നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ അറിയാം നന്നായി കുതിർന്നിട്ടുണ്ട് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചവ്വരി വെന്ത് വരുള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചവ്വരിയിൽ കുറച്ച് സ്റ്റാർച്ചിൻ്റെ കണ്ടൻസൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം കഴുകിയാൽ അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻസൊക്കെ പോവും. എന്നിട്ട് ഇതുപോലെ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. നിങ്ങളതുപോലെ ഏത് ബൗളിലാണ് ചവ്വരി മെഷർ ചെയ്യണത് അതേപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആ ബൗളിൽ തന്നെ മെഷർ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്ക് ആദ്യം ചവ്വരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ 3 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ബൗൾ ചവ്വരി എടുത്തത്, അപ്പോൾ അതിന് 3 ബൗളോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ചവ്വരി ചേർക്കാവൂ. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും പാത്രം എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതല്ലാതിരുന്നാൽ ചവ്വരി പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു അടി കട്ടിയുള്ള പാത്രം നോക്കിയിട്ട് തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ ചവ്വരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത ചവ്വരിന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 2 ശർക്കരയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ശർക്കര കൂടി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലുള്ള പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മളിതുപോലെ തിളപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് വേണം നമ്മൾ ചവ്വരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ചവ്വരി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ഇളക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചവ്വരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾക്കതൊരു വൈറ്റ് ബോൾസ് പോലെ ആയിരുന്നല്ലോ, അത് മാറിയിട്ട് ഇപ്പോൾ അതെല്ലാം ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു ബബിൾസ് പോലെയാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ചവ്വരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ലേശം വെള്ളമൊക്കെ ബാക്കിയുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചവ്വരി വേവിച്ചെടുത്തത് കേട്ടോ. അതുപോലെ മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചിട്ട് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെടാതിരിക്കാൻ നമ്മൾ ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ചവ്വരിയിൽ ഈ ശർക്കരയുടെ ഈ മധുരമൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണമല്ലോ, അതിനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചവ്വരിയിൽ ശർക്കരയുടെ മധുരമൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ചവ്വരി നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 2 ബൗൾ തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ മെഷർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബൗളുണ്ടല്ലോ, നമ്മൾ ചവ്വരി മെഷർ ചെയ്ത ബൗളിൽ തന്നെയാണ് പാലും 2 ബൗൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച പാൽ തന്നെ ചേർക്കണം. അല്ലാതെ തിളപ്പിക്കാത്ത പാൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ചവ്വരി വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വരും, ഒന്ന് കുറുക്കിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ പാൽ നേരത്തെ തിളപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് 2 ബൗൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ചെറിയ ജാറിൽ പൊടിച്ചെടുത്താണ്. അങ്ങനെ പൊടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഏലക്ക പൊടിഞ്ഞ് കിട്ടും. പിന്നീട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ചവ്വരിയുടെ കൺസിസ്റ്റൻസി കറക്റ്റാണ്, ഈ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നമുക്കത് ചവ്വരിയല്ലേ, അത് ഇനിയിപ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം വീണ്ടും നമുക്ക് തിളപ്പിച്ച പാലിനെ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം.
നിങ്ങൾക്കിതിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. പക്ഷേ അതൊന്നും ഇട്ടില്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പശുവും പാലും കൊണ്ട് നമ്മൾ റെഡിയാക്കിയ ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി വിട്ടുപോകരുത്. നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.